നമ്മൾ സ്റ്റാർ ഇലക്ട്രോണിക്സ് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ വീഡിയോ. അപ്പോൾ നമ്മൾ ഷട്ട് ഡൗൺ കൊടുക്കുക. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വളരെ ചെറിയ ഒരു വീഡിയോ ആണ്. നമ്മുടെ പ്രൊജക്ടർ പരിചയപ്പെടുത്തുക. അതായത് ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു കുറേ കാലമായിട്ട് ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ ഈ ഒരു ആംപ്ലിഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടുത്തെ ഇത് ഉപയോഗിക്കുന്നതാണ്. അതായത് ഇതിൻ്റെ മുമ്പിൽ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു സ്ക്രീൻ പോലെ ചെയ്തിട്ട് എന്തെങ്കിലും തരം വീഡിയോസ് കാണാൻ നേരം അങ്ങനെ ഓണാക്കുക. ഇവിടുത്തെ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കി അവിടെ നല്ല ഡാർക്കായിട്ട് അത്യാവശ്യം നല്ല പിക്ചർ എനിക്ക് അതിൽ കിട്ടാറുണ്ട്. അതിൽ നമ്മളെ സെറ്റപ്പും സൗണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സുഖമുള്ളൊരു അനുഭവമാണ്. അത് ഏതാണ് കമ്പനി അങ്ങനെയൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായി. അപ്പോൾ അത് കുറേ കാലം മുമ്പ് ഒരു 4-5 വർഷം മുമ്പെങ്കിലും ഒരു കസ്റ്റമർക്ക് വാങ്ങി കൊടുത്തതാണ്. അന്ന് കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ്. സംഗതി ഏറ്റവും വില കുറഞ്ഞ സാധനമാണ്. നല്ല വില കുറവിലാണ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഒരു 5000 രൂപേൻ്റെ താഴെ ഇതിന് വില ഉള്ളൂ ഇത് വാങ്ങിയപ്പോൾ. 60 ഇഞ്ചാണ് ഇതിൻ്റെ മാക്സിമം. അതായത് 100 ഇഞ്ച് 100 സംതിങ് ഇഞ്ച് ആ ടൈപ്പൊക്കെ നല്ല ഹെവി ടൈപ്പ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളവരുണ്ട്. ഇതും ക്വാളിറ്റി ഉണ്ട്. എനിക്ക് പിക്ചർ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ആ വിലക്കുള്ള മാക്സിമം ക്വാളിറ്റി ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അത്രയും കാലത്തെ ലൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു പ്രശ്നം, ഒരു SMBSൻ്റെ പ്രശ്നം കാരണം ഒന്ന് കൊണ്ടുവന്ന് അപ്പോൾ അവർ ഒഴിവാക്കുകയാണ്. വേറെ അപ്ഡേറ്റ് ചെയ്ത് നല്ല വൈഫൈ ടൈപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഇത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ അതെടുത്താണ്. നമുക്ക് പ്രശ്നമില്ലല്ലോ, നമുക്ക് ചെക്ക് ചെയ്ത് ഉപയോഗിക്കാനൊക്കെ ഇത് മതി. അപ്പോൾ അങ്ങനെ എടുത്താണ് യുണിക് എന്ന ക്രിയേറ്റർ ഓഫ് SMP എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ പ്രൊജക്ടറാണ്. അപ്പോൾ യുണിക് എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഇതിൻ്റെ പ്രോഡക്റ്റ്സ് ആമസോണിലും ഒക്കെ കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ ആമസോണിൽ സ്റ്റോക്ക് നോട്ട് അവൈലബിൾ ആണ് കാണിക്കുന്നത്. പക്ഷേ ഫ്ലിപ്കാർട്ടിലും മറ്റേലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആമസോണിൽ ഒരു ടൈപ്പ് നമ്മളെ വൈഫൈയിൽ കണക്റ്റ് ആവുന്ന ടൈപ്പ് ഒരു ലേറ്റസ്റ്റ് പ്രൊജക്ടർ, ഇപ്പോഴത്തെ പുതിയ മോഡൽ പ്രൊജക്ടർ ഒരു 13 സംതിങ്ങോ വില ഉണ്ട്. ആ ആമസോണിൻ്റെ ലിങ്ക് ഉണ്ട്, അത് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ താഴ്ത്തിടാം. താല്പര്യമുള്ളവർക്ക് പോയി നോക്കാം. LED TV വാങ്ങുന്ന ആ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതിനാട്ടും റിസ്ക് എത്ര കുറവാണ് ഒരു പ്രൊജക്ടർ വാങ്ങുമ്പോൾ. പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15 രൂപയുടെ താഴെയുള്ള പ്രൊജക്ടറൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താം. പക്ഷേ അവിടെ ഒരു ഡാർക്ക് ഏരിയ നമ്മുടെ വീട്ടിൽ വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ഡാർക്ക്നെസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോർണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂം അതിന് വേണ്ടി കാണേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രൊജക്ടർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. LED TV മറ്റ് TV ഏതൊക്കെ ആയാലും നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് എവിടെ വേണം വെച്ച് ഉപയോഗിക്കാം. ഈ ടൈപ്പ് സാധാരണ ഒരു കുറഞ്ഞ വാട്ട്സിൻ്റെ LED പ്രൊജക്ടറാണ്. അപ്പോൾ 60 ഇഞ്ച് ഇത്ര ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ 4 മീറ്ററോളം ഇതിൻ്റെ ഈ റൂമിലുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ കയറി അതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് അറിയാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ പിക്ചർ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ റൂമിൽ ഇത് സെറ്റപ്പ് ആവുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കണ്ട് ഒരു ഏകദേശം മനസ്സിലാക്കുക. ഒരു 60 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ഡാർക്ക് ഏരിയ നമുക്ക് അവിടെ കിട്ടണം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡാർക്ക് ചെയ്യാൻ പറ്റണം. ലൈറ്റ് ഓഫ് ആക്കിയാൽ ഡാർക്ക് ആവണം. ഇപ്പോൾ ഡയലൈറ്റൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്കൊന്ന് കർട്ടൻ ഇട്ടാലൊക്കെ നമുക്ക് അത്യാവശ്യം ഒന്നും വെളിച്ചം ഒഴിവാക്കി കിട്ടണം. എന്നാലേ കുറച്ചുകൂടി ഈ പ്രൊജക്ടറിൻ്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ പ്രൊജക്ടർ കണക്ട് ചെയ്ത് HDMI വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ, അതായത് ലാപ്ടോപ്പിൻ്റെ ഔട്ട്പുട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ നോക്കിയാൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സൈഡിൽ കാണുന്നത് കുറച്ച് വയർ തൂങ്ങി കിടക്കണതാണ്. അപ്പോൾ അത് വേറെ വഴിയില്ല, അവിടെ വേറെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും ഒരു ഫയൽ പ്ലേ ആക്കി വീഡിയോ കാണിച്ചു. അപ്പോൾ അത് നമ്മൾ ഒരു എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു എഡിറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ പറഞ്ഞാൽ നമ്മൾ സ്റ്റാർ ഇലക്ട്രോണിക്സ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണെന്ന് എൻ്റെ അഭിപ്രായം. ഈ വീഡിയോ നിങ്ങൾ മുമ്പ് നമ്മളെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. കുറച്ച് കാലം മുമ്പ് നമ്മൾ സ്റ്റാർ ഇലക്ട്രോണിക്സ് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ വീഡിയോ ആണ്. അപ്പോൾ അതിലേക്ക് എടുത്ത ആ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു 5000 രൂപയുടെ താഴെയുള്ള ചിലവിലാണ് ഈ സംഭവം വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ നല്ല ഫാസ്റ്റ് ആക്കിയാൽ 12 ഇഞ്ച് ഏതൊക്കെ തരം സബ് ഊഫറുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോക്സ് അടിക്കണ്ടേ. കുറച്ചുകൂടെ വോളിയം കിട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലാരിറ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു 60 ഇഞ്ച് ഇപ്പോൾ സ്ക്രീനില്ല. ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 40 ഇഞ്ച് സ്ക്രീനിലാണ് ഇപ്പോൾ ഈ സംഭവം ഡിസ്പ്ലേസ് ഒക്കെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി മതിയാവുമല്ലോ ഒരു 4000 സംതിങ്, അതായത് 5000-ൻ്റെ താഴെയുള്ള ഒരു ചിലവിൽ. നമ്മളിനി ക്ലോസ് ചെയ്താൽ നമുക്ക് വേറെ സിനിമ, പിന്നെ മറ്റു സിനിമ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോൾ നമ്മൾ ഷട്ട് ഡൗൺ കൊടുക്കുക.
അപ്പോൾ ഇതിപ്പോൾ എത്ര നേരം വർക്ക് ചെയ്ത് ഈ കാണുന്ന ബാക്ക് ലൈറ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഈ ബാക്ക് ലൈറ്റ് ഇരിക്കുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ലൈറ്റ് ഞാനിപ്പോൾ ഓൺ ചെയ്ത. അപ്പോൾ ഇനി മൊത്തം ലൈറ്റ് ഇട്ടിട്ട് തുടങ്ങാം. അപ്പോൾ എങ്ങനെയുണ്ട് പിക്ചർ? 5000 രൂപയ്ക്ക് ടോപ്പ് പിക്ചറാട്ടോ. എന്തായാലും ഒരു 10-20,000 രൂപ എടുത്തിട്ട് LED ഡിസ്പ്ലേ വാങ്ങണയാടും ടോപ്പ് പിക്ചറാണ്. HDMI സപ്പോർട്ടാണ്. അതേപോലെ തന്നെ അപ്പോൾ ഔട്ട് എടുത്തിട്ടുള്ളത് ഇതിനകത്ത് നിന്നാണ് നമ്മൾ ആമ്പിലേക്ക് ഔട്ട് എടുത്തത്. അതായത് ഇയർഫോൺ ഔട്ട് എടുത്തിട്ടാണ് ആമ്പ് കണക്ട് ചെയ്ത്. അപ്പോൾ അത് നല്ലൊരു സൗകര്യമാണല്ലോ. നമുക്ക് പ്രൊജക്ടർ തന്നെ കണക്ട് ചെയ്യാം. HDMI ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ഔട്ട് എടുക്കാൻ ഇപ്പോൾ സാഹചര്യമുള്ളൂ. പിന്നെ ഉള്ളത് USB ഇൻപുട്ട് ഉണ്ട്, ഒരു SD കാർഡ് ഉണ്ട്, ഒരു AV നോർമൽ നമ്മളെ സൺ ഡയറക്റ്റ് സെറ്റപ്പ് ബോക്സ് ഏതെങ്കിലും അനലോഗ് സെറ്റപ്പ് ബോക്സുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ AV കൊടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. റിമോട്ട് സെൻസറുള്ള ബാക്കിലാണ്. കാരണം നമ്മൾ സീലിങ്ങിൽ ഇതിപ്പോൾ ഈ സൈസിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബാക്കിൽ നിന്ന് നമുക്ക് റിമോട്ടിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതായത് ഇതിൻ്റെ ലെവലും കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ സാഹചര്യത്തിലും ഓരോ റൂമിലും ഓരോ ഡിസ്പ്ലേയിലും ഓരോ തരത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ എല്ലാവിധ കൺട്രോൾസിനുള്ള കീസ് ഉണ്ട്. ഇത് എല്ലാവിധ പ്രൊജക്ടറിനും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക. ഈ പ്രൊജക്ടറിൻ്റെ ഭയങ്കരമായ സ്പെഷ്യാലിറ്റി അല്ല. അപ്പോൾ പ്രൊജക്ടർ എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുക. ഓണായിട്ട് ഒരു ടിവിയുടെ കൂടെ ഒരു അത്യാവശ്യം ഒരു 10 രൂപ റേഞ്ചുള്ളൊരു പ്രൊജക്ടറും കൂടെ എടുത്ത് നോക്കുക. എന്തെങ്കിലും സെറ്റപ്പ് ആവുന്നുണ്ടോ നോക്കുക, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നോക്കുക. കാരണം നമുക്കൊരു ബിഗ് സ്ക്രീൻ നമ്മളെ വീട്ടിലെത്തുകയാണ്. നമുക്ക് അതിനകത്തേക്ക് ഒരു ഹോം ഓഡിയോ ഒരു അത്യാവശ്യം ഒരു 2.1 മിനിമം അല്ലെങ്കിൽ ഒരു 5.1 സെറ്റ് ചെയ്താൽ അത് ടോപ്പ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കൊരു സ്മാർട്ട് കണക്റ്റും കൂടി ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് പ്രൊജക്ടറിന് സ്മാർട്ട് ഇപ്പോൾ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ആ സ്മാർട്ട് കണക്റ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ മൂവീസ് എക്സ്പീരിയൻസ് ചെയ്യാം. വീട്ടിലിരുന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. DTS എന്ന് പറഞ്ഞുകൂടാ 5.1. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് മാത്രമേ ആദ്യം ഉദ്ദേശിച്ചുള്ളൂ. കുറച്ച് വലുതായി പോയി എന്ന് തോന്നുന്നു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.